നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജട്ടിയെ പറ്റിയാണ്. ജട്ടി മഹാത്മ്യം എന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടിരുന്നു. ഇതല്ല, ജട്ടിയുടെ വിപണനം. ഒരു വർഷം നമ്മളൊരു വ്യക്തി ഉപയോഗിക്കുന്ന ജട്ടിയുടെ വില, അതിൻ്റെ അളവ്. ശരാശരി ഒരു മനുഷ്യൻ ഒരു വർഷം 2000-3000 രൂപയുടെ ജട്ടി ഉപയോഗിക്കുന്നു. ഈ ജട്ടി കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും പറയുന്നത് ജട്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ആണുങ്ങളുടെ വൃഷണം തൂങ്ങും എന്നാണ്. പിന്നെ നാണം മറയ്ക്കാൻ ജട്ടി വേണം. അത് ആർക്കൊക്കെയാണ്? മുണ്ടുടുക്കുന്നവർക്ക്, സാരി ഉടുക്കുന്ന സ്ത്രീകൾ, മുണ്ടുടുക്കുന്ന ആണുങ്ങൾ. ഒരു ദ്വിതീയ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊട്ടക്ഷൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷെ പാൻ്റ് ഇടുന്നവർക്കും ചുരിദാർ ഇടുന്നവർക്കും എന്തിനാണ് ജട്ടി? ഒരാവശ്യമില്ലാത്ത സംഗതിയാണ്. ഈ ജട്ടിയുടെ ദോഷങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. ജട്ടി ഇട്ട് നടക്കുമ്പോൾ അവിടെ ഈർപ്പം നിന്ന് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വായു സഞ്ചാരം ഇല്ലാത്തതിന്. നമ്മുടെ ജട്ടിയൊക്കെ എല്ലാം വലിച്ചു മുറുക്കിയ ജട്ടികളാണ്. എന്തോ ഭീകര സാധനം, കാട്ടുപോത്തിന് നിർത്തി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഗുഹ്യഭാഗം കണ്ടേക്കുന്നത്. ഗുഹ്യഭാഗം അങ്ങനെ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലർ പറയും ഈ ഹെർണിയയുടെ അസുഖം, അതായത് പണ്ടത്തെ കിണ്ടി രോഗം എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയും. ജട്ടി ഇട്ടില്ല അതുണ്ടാവുന്നു. ചുമ്മാ അതൊരു അന്ധവിശ്വാസമാണ്. അത് നമ്മുടെ അബ്ഡോമൻ മസിൽസിന് ബലം കുറയുമ്പോൾ ചെറുകുടലൊക്കെ താപ്പോട്ട് താഴുന്നതാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റേഴ്സ് ജട്ടി ഉപയോഗിക്കുക, ആ സമയത്ത് ഉപയോഗിക്കാതിരിക്കും. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പിന്നെ ജട്ടി ഉപയോഗിക്കേണ്ട വ്യായാമത്തിൽ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ജട്ടി, അതുപോലെ ടൈറ്റ് ഷോർട്സ് ഉപയോഗിക്കണം, പാഡഡ് ഷോർട്സ്. അല്ലാതെ നമ്മൾ സാധാരണ ജീവിതത്തിൽ ജട്ടിയുടെ ഒരു ആവശ്യവുമില്ല. ഒരു അനാവശ്യ സംഗതിയാണ്. വീട്ടിൽ വരെ രാത്രി കിടന്നുറങ്ങുന്ന സമയം വീട്ടിൽ വരെ ജട്ടിയിട്ട് കിടക്കുന്ന പുരുഷ മഹിളാരത്നങ്ങളെയും ഒക്കെ എനിക്കറിയാം. അന്നേരം ഇത് ഏതാണ്ട് ഒരു നികൃഷ്ട സാധനമാണ്. ഇതിനെ എപ്പോഴും അടച്ചു വെക്കണം എന്നുള്ള ചിന്തയാണ് ഇവർക്കുള്ളത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ വായു സഞ്ചാരം അടിച്ച് യാതൊരു കുഴപ്പവും കൂടാതെ സൂക്ഷിക്കേണ്ട ഒരു വൈറ്റൽ പാർട്ടാണ് നമ്മുടെ ഗുഹ്യഭാഗം. അത് പൊതിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച് വെക്കരുത്. പിന്നെ സ്ത്രീകൾ പറയാറുണ്ട് അവർക്ക് ജട്ടി ഉപയോഗിക്കുന്നത് ഈ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ വെളിയിൽ വരാതിരിക്കണം. അതൊരു പക്ഷേ ശരിയായിരിക്കാം. അതായത് ജീൻസ് ഒക്കെ ഇടുന്ന സ്ത്രീകൾ ടോപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന അവർക്ക് ശരിയായിരിക്കാം. പക്ഷേ ഈ ചുരിദാർ ഇടുന്ന സ്ത്രീകൾക്ക് എന്താ പ്രശ്നം? ചുരിദാറിൻ്റെ ടോപ്പ് താഴെ കിടക്കും, ഒരു പ്രശ്നവുമില്ല. അവർക്ക് ജട്ടിയുടെ ഒരു ആവശ്യവുമില്ല. നാണം മറയ്ക്കാൻ ഇത്രയേറെ പൈസയും ഇത്രയേറെ വിമിഷ്ടവും അനുഭവിക്കരുത്. ഇപ്പോൾ ഓടാൻ നേരത്ത് നമ്മൾ ഓടുന്നു, ഇതുപോലെ ഷോർട്സ് മാത്രം ഇട്ടാൽ മതി, ജട്ടിയും ഇടണ്ട. ജട്ടി ഇട്ടാലുള്ള കുഴപ്പം ഞാൻ പറയാം. ചില ജട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഒരഞ്ഞ് തുടപൊട്ടും. അതേസമയം ഇത്തരം ഉള്ള ഷോർട്സ് ആണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ജട്ടി ഒരു അമിത വ്യയമാണ്, നമ്മുടെ ധനത്തെ വെറുതെ കവരുന്നതാണ്. പിന്നെ ഒരു അനാവശ്യ സംഗതിയാണ്, അനാരോഗ്യകരമാണ്, അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. നിങ്ങൾ ദീർഘദൂര യാത്ര പോകുമ്പോൾ ജട്ടി ഇടാതൊന്ന് പോയി നോക്കിയാട്ടെ. ലൂസ് പാൻറ്റും ഒക്കെ ഇട്ട് അണ്ടർ ഇടാതെ ഒന്ന് പോയി നോക്കിയാട്ടെ. യാതൊരു അസ്വസ്ഥയും വരത്തില്ല. 2-3 ദിവസത്തെ യാത്ര ഇതുപോലൊരു ഡ്രസ്സ് ഇട്ട് ജട്ടി ഇട്ട് പോയാൽ ഉറപ്പായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരും. പാശ്ചാത്യർ ഭൂരിപക്ഷവും ഈറിയ ജട്ടി ഇടുന്നവരല്ല. അവർ ചെറിയ ഷോർട്ട്സും ഒക്കെ ഇട്ട് പോകുന്നവരാണ്. ജട്ടി സംസ്കാരം നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ജട്ടി സംസ്കാരം ഉത്തരേന്ത്യക്കാരും അധികം ജട്ടിയിൽ പ്രാധാന്യമുള്ളവരല്ല. അല്ല, പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ ചിലർക്ക് ഇടുന്നതായിരിക്കും. അല്ലാതെ സാധാരണഗതിയിൽ അവർ ഷോർട്സ് ആണ് ഇടുന്നത്. ഇതുപോലെ ഷോർട്സ് അതാണ് ഇടുന്നത്. അതും കുഴപ്പമില്ല. ജട്ടി, അതായത് ഇലാസ്റ്റിക് ഉള്ള ജട്ടി മുറുക്കി, ഇവിടെയും ഇലാസ്റ്റിക് ഉള്ള ജട്ടി മുറുക്കി ആണും പെണ്ണും ഇടുന്നത് കേടാണ്. അത് ഉപേക്ഷിക്കണം. ജട്ടി ഇടാതെ നിങ്ങൾ നടന്നു നോക്കും, ഒരു നാണവും പോകത്തില്ല, ഒരു മാനവും പോകത്തില്ല, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു സത്യം പറയട്ടെ, ഞാൻ വർഷങ്ങളായിട്ട് ജട്ടി ഉപയോഗിക്കാറില്ല. എനിക്ക് ഇഷ്ടംപോലെ ജട്ടി വീട്ടിലിരിപ്പുണ്ട്. അതിന് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുണ്ടെടുക്കും മാത്രം ഉപയോഗിക്കും. മുണ്ടെടുക്കുമ്പോൾ ഈ ജട്ടി അല്ല, ഇതുപോലുള്ള ഷോർട്ട്സാണ് ഉപയോഗിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നാളെ തൊട്ട് കാണുമ്പോൾ ജട്ടിയില്ലാത്ത വക്കീലെന്ന് പറയരുത്. പറഞ്ഞാലും എനിക്കൊന്നുമില്ല. നന്ദി, നമസ്കാരം.